ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണ് നാം നേടിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ അസ്മാഉകളും ആ അസ്മാഉകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളുമാണ് നാം മനസ്സിലാക്കുന്നത്. അൽഹംദുലില്ലാ. പല പേരുകളും പല ദർസുകളിലായി നാം മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദർസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റു ചില അതിശ്രേഷ്ഠമായ നാമങ്ങളും ആ നാമങ്ങളിലൂടെ അവൻ്റെ വിശേഷണങ്ങളുമാണ് നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ നാമങ്ങളിൽപ്പെട്ട രണ്ടു നാമങ്ങളാണ് അൽ ഖാലിഖു, അൽ ഖല്ലാഖു. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ്, അതേപോലെ തന്നെ അവൻ ഖല്ലാഖുമാണ്. ഈ രണ്ട് ഇസ്മുകളും ഖൽഖ് എന്ന സിഫത്തുമായി ചേർന്നു നിൽക്കുന്നു. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക. ഖലഖ യഖ്ലുഖു ഖൽഖൻ, ഖലഖ യഖ്ലുഖു ഖൽഖൻ, സൃഷ്ടിക്കുക. എന്താണ് അൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ? സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായും രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അൽ ഇബ്ദാ, ഒരു കാര്യം പുതുതായി തുടങ്ങുക. വഹുവ ഈജാദു ഷൈഇൻ മിൻ ഗൈരി അസ്ലിൻ വലൈസ ലഹു മിസാലുൻ സാബിഖ്. പൂർവ മാതൃകയില്ലാതെ തന്നെ യാതൊരു അടിസ്ഥാനമോ അതേപോലെ തന്നെ ഒരു ഏതെങ്കിലും നിലക്കുള്ള ഒരു പൂർവമായ ഒരു അവസ്ഥയോ ഇല്ലാത്ത നിലക്ക് പുതുതായി ഒന്നിനെ ശുദ്ധശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കുന്നതിനും സൃഷ്ടിക്കുന്നതിനുമാണ് ഖൽഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസ്ലുമില്ലാത്ത, ഒരു അടിസ്ഥാനവുമില്ലാത്ത, ഒരു വേരുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, അതേപോലെ തന്നെ ഒരു പൂർവ്വ മാതൃകയില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒന്നിനെ സൃഷ്ടിക്കുന്നതിനാണ് ഖൽഖ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാകുന്നു. അങ്ങനെ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം അത്തഖ്ദീറുൽ മുസ്തഖീം, നിലനിൽക്കുന്ന തഖ്ദീർ, നേരെ ചൊവ്വായ തഖ്ദീർ അഥവാ കണക്കാക്കൽ. ഒരു വിഷയത്തെ വ്യക്തമായി കണക്കാക്കുകയും അതിന് തോത് നിശ്ചയിക്കുകയും അളവും രൂപവും ഭാവവും തുടക്കവും ഒടുക്കവുമെല്ലാം നിശ്ചയിക്കുക. അതിനാണ് തഖ്ദീർ എന്ന് പറയുന്നത്. ഖൽഖ് എന്ന പദത്തിന് ആ അർത്ഥവുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി യോജിച്ചു വരുന്നത് എങ്ങനെയാണ്? ഒരു കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി തീരുമാനിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നു, അതിന് അളവും തോതും നിശ്ചയിക്കുന്നു, അതിന് രൂപവും ഭാവവും നിശ്ചയിക്കുന്നു, അതിന് തുടക്കവും ഒടുക്കവും നിശ്ചയിക്കുന്നു, അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഖദറാക്കുന്നു, പിന്നീട് ആ വസ്തുവിനെ അവൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആശയങ്ങളും ഖൽഖ് എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെയുള്ള സൃഷ്ടിക്കുക എന്ന, പുതുതായി കൊണ്ടുവരിക എന്ന, നിയമവ്യവസ്ഥ സ്ഥാപിക്കുക എന്ന, കണക്കാക്കുക എന്ന അർത്ഥം വരുന്ന ഖൽഖ് എന്ന ആ ഒരു സിഫത്തിനെ സൂചിപ്പിക്കുന്ന രണ്ട് നാമങ്ങളാണ് അൽ ഖാലിഖു വൽ ഖല്ലാഖു. ഖാലിഖ് എന്നതും ഖല്ലാഖ് എന്നതുമായ ആ നാമങ്ങൾ. ഖാലിഖ് എന്ന പദം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പലയിടങ്ങളിൽ കാണാം. ഉദാഹരണത്തിന് സൂറത്തുൽ ഹശ്റിലെ 24-ാമത്തെ ആയത്തിൽ കാണാം, ഹുവല്ലാഹുൽ ഖാലിഖു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖാലിഖാകുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ ഹിജ്റിലെ 86-ാമത്തെ ആയത്തിൽ ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, തീർച്ചയായും നിന്റെ രക്ഷിതാവ് അൽ ഖല്ലാഖാകുന്നു എന്നും
നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ്, അതേപോലെ തന്നെ അൽ ഖല്ലാഖാണ്. ഈ ഖാലിഖ് അതേപോലെ തന്നെ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇസ്മുകൾ തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? ചില വ്യത്യാസങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. അഥവാ അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ അല്ലദീ യുൻഷിഉ ശൈഅ മിനൽ അദമി ബിഇൽമിൻ വ തഖ്ദീരിൻ സാബിഖിൻ, ഒരു കാര്യത്തെ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് വ്യക്തമായ തഖ്ദീറോടുകൂടി, ഖദറോടുകൂടി, അതേപോലെ തന്നെ വ്യക്തമായ അറിവോടുകൂടി ഒന്നിനെ സൃഷ്ടിക്കുന്നതിനാണ് ഖൽഖ് എന്ന് പറയുന്നത്. അത് നിർവഹിക്കുന്നവനാകുന്നു അൽ ഖാലിഖ്. എന്നാൽ അൽ ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളമായി സൃഷ്ടിക്കുന്നവൻ എന്നാണ്. യദുല്ലു അലാ കസ്റത്തി ഖൽഖിഹി കമ്മൻ വ കൈഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ധാരാളമായി സൃഷ്ടിക്കുന്നു, എണ്ണത്തിൽ വ്യത്യസ്തമായതും അതേപോലെ തന്നെ രൂപത്തിൽ വ്യത്യാസമുള്ളതും. ധാരാളം എണ്ണം അവൻ സൃഷ്ടിക്കുന്നു, ധാരാളം വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലും അവൻ സൃഷ്ടിക്കുന്നു. ആകാശഭൂമികൾക്കിടയിൽ കാണപ്പെടുന്ന സമസ്ത ജീവജാലങ്ങളും ജീവനുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് വസ്തുക്കൾ, വ്യത്യസ്ത രൂപങ്ങൾ, വ്യത്യസ്ത വർണ്ണങ്ങൾ, വ്യത്യസ്ത ഭാവങ്ങൾ, അങ്ങനെ ധാരാളമായി 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 സൃഷ്ടിക്കുന്നവൻ എന്നാണ് അൽ ഖല്ലാഖ് എന്ന ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവൻ എന്ന അർത്ഥമാണ് അൽ ഖാലിഖ് എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അൽ ഖാലിഖ്, അൽ ഖല്ലാഖ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ രണ്ട് നാമങ്ങളാണ്. ഈ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. അതിലൂടെ സൃഷ്ടാവായ അല്ലാഹുവിനെ കണ്ടെത്തുവാനും അവനെ മാത്രം ആരാധിക്കുവാനും അവൻ പറഞ്ഞതെല്ലാം സത്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് സൂറത്തു ആലു ഇമ്രാനിലെ 190, 191 ആയത്തുകൾ ശ്രദ്ധിക്കുക. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാരായ ആളുകൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും സ്മരിക്കുന്നവരാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അവർ ചിന്തിക്കുന്നു. അപ്പോൾ അവർ പറയും, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില. അല്ലാഹുവേ, ഇതിനെയൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഫഖിന അദാബന്നാർ, അതിനാൽ നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അപ്പോൾ യഥാർത്ഥ വിശ്വാസികളായ ബുദ്ധിമാന്മാരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഉന്നതമായ ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം അല്ലാഹു സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചും അതിലെ അത്ഭുതങ്ങളെ സംബന്ധിച്ചും അവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ആ അത്ഭുതങ്ങൾ ചിന്തിക്കുമ്പോൾ അവർക്ക് ആദ്യമുണ്ടാകുന്നത് അവരുടെ രക്ഷിതാവിനെ അവർ ഉൾക്കൊള്ളും. അതാണ് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. അങ്ങനെ പറയണമെങ്കിൽ അവർ അല്ലാഹുവിനെ ഉൾക്കൊള്ളണം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അവൻ്റെ അസ്തിത്വത്തെയും ഒരാൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. രണ്ടാമത്തത്, അവർ പ്രഖ്യാപിക്കും മാ ഖലഖ്ത ഹാദാ ബാതില. ഇതൊന്നും വെറുതെ സൃഷ്ടിക്കാൻ യാതൊരു ന്യായവുമില്ല. അത്ഭുതം നിറഞ്ഞ ഈ മഹാപ്രപഞ്ചം വെറുതെ സൃഷ്ടിക്കപ്പെടുകയില്ല. ഇതിന് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്ന ഉന്നതമായ തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു. പിന്നീട് സുബ്ഹാനക, അവർ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അവൻ ഏകനാണെന്നും അവൻ മാത്രമാണ് ആരാധ്യനെന്നും അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ, സകല സ്തുതികളും അർഹിക്കുന്നവൻ അവനാണ്, എല്ലാ വാഴ്ത്തലുകളും എല്ലാ പുകഴ്ത്തലുകളും അർഹിക്കുന്നവൻ അള്ളാഹുവാണ് എന്നവർ തിരിച്ചറിയുകയും അവനെ മാത്രം ആരാധിക്കുകയും അവൻ്റെ പരിശുദ്ധി അവർ വാഴ്ത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മരണാനന്തര ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നരകാഗ്നിയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഫഖിന അദാബന്നാർ, അതിനാൽ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ്, ഖല്ലാഖാണ് എന്ന ആ അസ്മാഉകളും അവൻ്റെ സിഫാത്തും പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കണം. ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, ഈ സൃഷ്ടിപ്പിനൊരു ലക്ഷ്യമുണ്ട് എന്നവർ തിരിച്ചറിയും. അവർ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവനെ ആരാധിക്കുകയും ചെയ്യും. നരകാഗ്നിയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവം മനസ്സിലാക്കിയാൽ തീർച്ചയായും തിരിച്ചറിയേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. സൂറത്തു ത്വലാഖിലെ
12-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെയും അത്ര തന്നെ ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നു. അവയ്ക്കിടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണത്? 7 ആകാശങ്ങളും 7 ഭൂമി, അവയെല്ലാം അള്ളാഹു നിയന്ത്രിക്കുന്നു. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ അവൻ നൽകുന്നു. ഇതെല്ലാം എന്തിനാണ്? ലിതഅലമൂ, മനുഷ്യരെ നിങ്ങൾ അറിയുവാൻ വേണ്ടി. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ അറിയണം. വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അവൻ്റെ ഇൽമ് അത് വലയം ചെയ്തിരിക്കുന്നു. അവൻ എല്ലാറ്റിനെ സംബന്ധിച്ചും അറിയുന്നവനാണ്. അവൻ്റെ അറിവ് എല്ലാറ്റിനെയും വലയം ചെയ്തിട്ടുണ്ട് എന്നും നിങ്ങൾ അറിയണം. അപ്പോൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അൽ ഖാലിഖ് അൽ ഖല്ലാഖ് എന്ന അള്ളാഹുവിൻ്റെ അസ്മാഉകൾ അവൻ്റെ ഉന്നതമായ ഒരുപാട് സിഫത്തുകളിലേക്ക് നമ്മെ നയിക്കുന്നു. അതിൽപ്പെട്ടതാണ് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, അവൻ ഉന്നതനാണ്, മഹാനാണ്, അവൻ പരിശുദ്ധനാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സൂറത്തുൽ അൻആമിലെ 102-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. എന്തുകൊണ്ട്? ഖാലിഖു കുല്ലി ഷൈഇൻ, അവനെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണ്. അതുകൊണ്ട് ഫഅ്ബുദൂ, അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രമേ ആരാധിക്കാവൂ. വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, അവനെല്ലാറ്റിനും സാക്ഷിയാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നിടത്ത് പറയുന്നത് കാരണം അവന് സൃഷ്ടാവാണ്. ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅ്ബുദൂ, അവൻ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണ്. അതുകൊണ്ട് നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുക. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു ചോദിക്കുന്നുണ്ട്. സൃഷ്ടി നടത്തുന്ന അല്ലാഹുവും ഒന്നിനെയും സൃഷ്ടിക്കാത്ത സൃഷ്ടികളും ഒരുപോലെയാണോ? ഒരുപോലെയല്ല. അതുകൊണ്ട് സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ. സൂറത്തു ഫാത്തിറിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും, നിങ്ങൾ കാണുന്നില്ലേ, ശുറകാഅകുമുല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, ശുറകാഅകുമുല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പങ്കാളികളെ നിങ്ങൾ കണ്ടില്ലേ? അറൂനി മാദാ ഖലഖൂ മിനൽ അർദ്, അവർ ഭൂമിയിൽ എന്താണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അള്ളാഹുവിൻ്റെ വെല്ലുവിളിയാണ്. അം ലഹും ശിർകും ഫി സമാവാത്ത്, അതല്ല ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ അവർക്ക് വല്ല പങ്കുമുണ്ടോ? അപ്പോൾ അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ച്, ആരാധ്യന്മാരെ സ്വീകരിച്ച്, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കുന്ന ഗംഭീരമായ ചോദ്യമാണ്, എന്ത് ന്യായം കൊണ്ടാണ് നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അവരെ ആരാധിക്കുന്നത്, അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നത്? അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ഇനിയുണ്ടെങ്കിൽ ഭൂമിയിൽ അവർ സൃഷ്ടിച്ചതെന്താണ് എന്ന് കാണിച്ചു തരൂ. ആകാശലോകത്ത് അവർക്കുള്ള പങ്ക് എന്താണ് എന്ന് കാണിച്ചു തരൂ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം അള്ളാഹു സൃഷ്ടിച്ചതല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. എന്നിരിക്കെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും പാടില്ലാത്തതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അൽ ഖാലിഖ് അതേപോലെ തന്നെ അൽ ഖല്ലാഖ് എന്ന അസ്മാഉകൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നരകാഗ്നിയിൽ നിന്ന് നാം രക്ഷ തേടേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയുടെ ഒരു പ്രത്യേകത, അവൻ എല്ലാ കാര്യങ്ങളെയും അതിസൂക്ഷ്മമായ അറിവോടുകൂടിയും ഹിക്മത്തോടുകൂടിയുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിലേക്ക് സൂചന നൽകുന്ന ഒരു വചനമാണ് സൂറത്തുൽ ഹിജ്റിലെ 86-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ രക്ഷിതാവ്, ഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നവനും ധാരാളമായി സൃഷ്ടിക്കുന്നവനും, അൽ അലീം, എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പോൾ അള്ളാഹു വെറുതെ കുറേ സൃഷ്ടി നടത്തുകയല്ല,
മറിച്ച് എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി സൃഷ്ടിക്കപ്പെട്ടതാണ്. നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, വ്യർത്ഥമായി ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഒരു മണൽത്തരി പോലും വെറുതെയല്ല, അതിന് ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഒരു ചെറിയ നിസ്സാരമായ വൈറസ് പോലും വെറുതെയല്ല, അതിന് ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും അല്ലാത്തതുമായ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കൾക്കും ലക്ഷ്യമുണ്ട്. കാരണം അവൻ എല്ലാം അറിഞ്ഞുകൊണ്ട് സൃഷ്ടിച്ചവനാണ്. അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടി നടത്തിയവന് അറിയില്ലെന്നോ? അവനെല്ലാം അറിയുന്നവനാകുന്നു, എല്ലാം അറിയുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് സൂറത്തു യാസീൻ 79-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രൂപത്തിലുള്ള സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിയുന്നവനാണ്. അവൻ്റെ സൃഷ്ടി വൈഭവവും സൃഷ്ടികളിലെ വൈജാത്യവും നിറവ്യത്യാസവും രൂപവ്യത്യാസവും എല്ലാം കണ്ടാൽ നമുക്കറിയാം അള്ളാഹു എല്ലാത്തരം സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിവുള്ളവനാണ്. ജീവനുള്ളതിനെ സൃഷ്ടിക്കാൻ അവനറിയാം, ആത്മാവുള്ളതിനെ സൃഷ്ടിക്കാൻ അവനറിയാം, ജീവനില്ലാത്തതിനെ സൃഷ്ടിക്കുവാൻ അവനറിയാം. എല്ലാറ്റിനെയും സൃഷ്ടിക്കുവാനും വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ നൽകുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്നുള്ളത് വ്യക്തമായ ഖദറോടുകൂടിയാണ്. എല്ലാറ്റിനും ഒരു അളവുമുണ്ട്, ഒരു തോതുമുണ്ട്. അതാണ് സൂറത്തുൽ ഫുർഖാനിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഖലഖ കുല്ല ഷൈഇൻ, അവൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഫഖദ്ദറഹു തഖ്ദീറ, എല്ലാറ്റിനും അല്ലാഹു ഖദർ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ഒരു ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ, നാം എല്ലാറ്റിനെയും ഖദറാക്കിയിരിക്കുന്നു, നാം എത്ര നല്ല ഖദറാക്കുന്നവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. വ അൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ, ആകാശത്ത് നിന്ന് ഓരോ തുള്ളി വെള്ളം അത് മഴയായി പെയ്യുന്നതും ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു തുള്ളി വെള്ളവും അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചല്ലാതെ ആകാശലോകത്ത് നിന്ന് പെയ്തിറങ്ങുന്നില്ല എന്ന വലിയ സത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അൽ ഖാലിഖ് അതേപോലെ തന്നെ അൽ ഖല്ലാഖ് എന്ന അസ്മാകൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് നാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രൂപത്തിലും സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കി. കാരണം ഇവിടെയുള്ള സൃഷ്ടി വൈഭവങ്ങൾ അത്ഭുതമാണ്. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നു. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വ യുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരുന്നുണ്ട്. നിർജീവമായി കിടന്നതിന് ശേഷം ഭൂമിക്ക് അവൻ മഴയിലൂടെ ജീവൻ നൽകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ അള്ളാഹു എല്ലാത്തരം സൃഷ്ടിപ്പിനെക്കുറിച്ചും കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസി മരണാനന്തര ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടതാണ്. ആരാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന ചോദ്യത്തിന് സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടി ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹ അവ്വല മറ, നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചതാരാണോ അവൻ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിവുള്ളവനാണ്. അതുകൊണ്ട് മരണാനന്തര ജീവിതമുണ്ട് എന്നും ഒരിക്കൽ കൂടി അള്ളാഹു നമ്മെ സൃഷ്ടിക്കുമെന്നും അതിന് കഴിവുള്ളവനാണ് അള്ളാഹു എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 81-ാമത്തെ ആയത്തിൽ പറയുന്നത് അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹു നിങ്ങളെപ്പോലെയുള്ള സൃഷ്ടികളെ വീണ്ടും, അഥവാ നിങ്ങൾക്ക് വീണ്ടും ഒരു ജീവിതം, ഒരു ജീവൻ നൽകാൻ കഴിവുള്ളവനല്ലയോ? ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, അറിയുക അവൻ എല്ലാ നിലക്കും സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പോൾ ആകാശങ്ങളെയും ഭൂമിയെയും അത്ഭുതകരമായി മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിന് നാം ഒന്നുമല്ലാത്തവരായിരിക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ശുദ്ധശൂന്യതയിൽ നിന്ന് നമ്മെ കൊണ്ടുവന്ന അള്ളാഹുവിന് വീണ്ടും നമുക്ക് പുനർജീവിതം നൽകുക, പുനർജന്മം നൽകുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല, ഒരു പ്രയാസമുള്ള കാര്യം തന്നെയല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാ നിലക്കും സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അറിവുള്ളവനാണ്. അവൻ മരണാനന്തരം നമ്മെ വീണ്ടും ജീവിപ്പിക്കുമെന്ന അടിയുറച്ച വിശ്വാസം അള്ളാഹു അൽ ഖാലിഖാണ്, അൽ ഖല്ലാഖാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കുണ്ടാകണം. ഇപ്രകാരം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചുകൊണ്ടും സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടും അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്തിൻ്റെ, അവനാണ് രക്ഷാധികാരി, ആരാധ്യൻ എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് അവൻ ഖാലിഖാണ് എന്നുള്ള വിശ്വാസം. കാരണം
റുബൂബിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ആരാധിക്കുവാൻ അർഹനും അവൻ മാത്രമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മഹത്തായ 2 അസ്മാഉകളുടെ ആശയങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു ഇസ്മാണ് അൽ ബാരിഉ. അൽ ബാരിഉ ഈ ഇസ്മിനും നേരത്തെ പറഞ്ഞ അതേ അർത്ഥമാണുള്ളത്, സൃഷ്ടിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബറഅ യബ്റഉ ബറഅൻ വ ബുറൂഅൻ. ബറഅ യബ്റഉ ബറഅൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടി നടത്തുക. അങ്ങനെ സൃഷ്ടിക്കുന്നവനാണ് ഫഹുവ ബാരിഉൻ, അവനാണ് ബാരി എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടികൾക്ക് മബ്റൂ എന്നാണ് പറയുക. മബ്റൂ എന്ന് പറഞ്ഞാൽ സൃഷ്ടി, ബാരി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ. അപ്പോൾ ബറഅ എന്ന വാക്കിന് ഖലഖ എന്ന അർത്ഥം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ബാരി എന്നതിന് 2 അർത്ഥം ഭാഷാ ഡിക്ഷണറികളിൽ കാണാം. ഒന്ന് ഖലഖ, സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. മറ്റൊന്ന് തബാഅദ വഖലുസ മിൻ, ഒരു കാര്യത്തിൽ നിന്ന് അകന്നു, അതല്ലെങ്കിൽ ഒരു കാര്യം പൂർത്തീകരിച്ചു. അപ്പോൾ ഖാലിഖ് എന്ന് പറയുമ്പോൾ, ബാരി എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥമെങ്കിലും ബാരി എന്ന് പറയുമ്പോൾ ഒരു കൂടുതലായ ഒരർത്ഥം കൂടി നമുക്ക് മനസ്സിലാക്കാം. എന്താണത്? സൃഷ്ടിക്കുകയും ആ സൃഷ്ടിയിൽ നിന്ന് പരിപൂർണമായും വിരമിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിനെ സൃഷ്ടിച്ചു, അതിനെ പരിപൂർണമായും ഏറ്റവും അഹ്സനായി ഇനിയൊന്നും പൂർത്തീകരിക്കാനില്ലാത്ത വിധം സൃഷ്ടിക്കുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു. അള്ളാഹു എന്തൊന്നിനെയാണോ സൃഷ്ടിച്ചിട്ടുള്ളത് അതിനെ സമ്പൂർണമായ നിലക്ക് ഏറ്റവും നല്ല രൂപത്തിലാണ് അവൻ സൃഷ്ടിക്കുന്നത്. സുനഅല്ലാഹില്ലദീ അത്ഖന കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും ഇത്ഖാനോടുകൂടി അതിൻ്റെ സമ്പൂർണമായ രൂപത്തിൽ സൃഷ്ടിക്കുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ സൃഷ്ടിക്കുകയും പരിപൂർണമായി ആ സൃഷ്ടിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുക, ഒരു സൃഷ്ടിപ്പിനെ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ സൃഷ്ടിച്ച് ഭദ്രമാക്കുക എന്നൊക്കെയാണ് ബാരി എന്ന അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇസ്മു നമുക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 24-ാമത്തെ ആയത്തിൽ കാണാം. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഖാലിഖാണ്, അഥവാ അവൻ സൃഷ്ടാവാണ്. അതേപോലെ തന്നെ അൽ ബാരിഉ, അവൻ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബറഅ എന്ന വാക്കിന് ശുദ്ധീകരിക്കുക എന്നും ഒഴിവ് കഴിവ് പറയുക എന്നും അതേപോലെ തന്നെ ആശ്വാസം നൽകുക എന്നും ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുക എന്നുമെല്ലാമുള്ള അർത്ഥമുണ്ട്. അതാണ് ബറാഅ എന്ന് പറഞ്ഞാൽ ഒഴിവ് കഴിവ് പ്രഖ്യാപിക്കല എന്നാണ്. ബരിഅ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, മാറി നിൽക്കുക എന്ന ഒരർത്ഥം. ഈ അർത്ഥം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ ബാരി ആണ് എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെ കൂടി ഒരു അർത്ഥമുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുനസ്സഹുൻ മിൻ കുല്ലി ഐബിൻ വ നഖ്സിൻ വ സഖ്മിൻ, എല്ലാ പോരായ്മകളിൽ നിന്നും, എല്ലാ കുറവുകളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തനായവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒരാൾക്ക് രോഗമുക്തി ഉണ്ടാകുന്ന അവസ്ഥക്ക് ബരിഅ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ക്ഷീണമില്ല, രോഗമില്ല, മുഷിപ്പില്ല. അങ്ങനെ സൃഷ്ടികൾ അനുഭവിക്കുന്ന രൂപത്തിലുള്ള ഒന്നും സൃഷ്ടാവിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല. അപ്രകാരം അവൻ ഔന്നിത്യമേറിയവനും സമ്പൂർണനുമാകുന്നു. അവന് ഏതെങ്കിലും നിനക്കുള്ള ക്ഷീണമോ ന്യൂനതയോ കുഴപ്പമോ പോരായ്മയോ ഇല്ലാത്തവനായ സൃഷ്ടാവ് എന്ന് അൽ ബാരി എന്നതിന് അർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു അൽ ബാരി എന്നതിന് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നവൻ എന്ന അർത്ഥമുണ്ട്. അതാണ് വഹുവ യുബ്രിഉൽ ഖൽഖ മിനശ്ശിക്വ വ അദ്ദം. ഒരു സൃഷ്ടിയെ അവരുടെ എല്ലാ ആവലാദികളിൽ നിന്നും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് പരിഹാരം നൽകി അവരെ സംരക്ഷിക്കും അവൻ. അതേപോലെ തന്നെ സൃഷ്ടികളെ അവന് സുരക്ഷിതമാക്കുകയും ആളുകൾ അവരെ സംബന്ധിച്ച് പറയുന്ന ആരോപണങ്ങളിൽ നിന്ന് സത്യവിശ്വാസികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലു. മറ്റുള്ള ആളുകൾ മൂസാ നബിയെക്കുറിച്ച് പറഞ്ഞതിൽ നിന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിരപരാധിത്വം അല്ലാഹു സ്ഥാപിച്ചു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ പറഞ്ഞ ആരോപണങ്ങളിൽ നിന്ന് മുക്തനാണ് എന്ന് അല്ലാഹു സ്ഥാപിച്ചു. ഇപ്രകാരം എല്ലാ അപമാനങ്ങളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ ആവലാദികളിൽ നിന്നും, വേവലാദികളിൽ നിന്നും സൃഷ്ടികളെ സംരക്ഷിക്കുന്നവനാകുന്നു ബാരി ആയ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെ അവനും എല്ലാ നിലക്കും ന്യൂനതകളിൽ നിന്നും മുക്തനാകുന്നു.
അവൻ സൃഷ്ടിക്കുകയും പരിപൂർണമായി അവയെ സൃഷ്ടിച്ച് അതിൽ നിന്ന് വിരമിക്കുകയും ചെയ്തവനാകുന്നു. ഇതെല്ലാമാണ് അൽ ബാരി എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു അർത്ഥത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രയാസം വന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റുഖിയ ചെയ്തു കൊടുക്കാറുണ്ട്, മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. ആ മന്ത്രിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാറുള്ളത് ബിസ്മില്ലാഹി യുബരീക്, ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ, യുബരീക അവൻ താങ്കൾക്ക് ശിഫ നൽകുന്നതാകുന്നു, മിൻ കുല്ലി ദാഇൻ എല്ലാ രോഗങ്ങളിൽ നിന്നും, യശ്ഫീക അല്ലാഹു സുബ്ഹാനഹു തആല താങ്കൾക്ക് ശിഫ നൽകും, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് വമിൻ ശർരി കുല്ലി ദീ ഐനിൻ എല്ലാ കണ്ണേറുകാരുടെ ഉപദ്രവത്തിൽ നിന്നും അസൂയാലുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും അല്ലാഹു താങ്കളെ മോചിപ്പിക്കുന്നതാണ്. അപ്രകാരം സൃഷ്ടികളെ പ്രയാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനാകുന്നു അൽ ബാരി. സ്വയം ന്യൂനതകളിൽ നിന്ന് മുക്തനാകുന്നു അൽ ബാരി. സൃഷ്ടി നടത്തുന്നവനാകുന്നു അൽ ബാരി. ആ സൃഷ്ടിപ്പിനെ പരിപൂർണതയിൽ എത്തിച്ചതിന് ശേഷം അതിൽ നിന്ന് വിരമിക്കുന്നവനുമാകുന്നു അൽ ബാരി ആയ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ സിഫാത്തിനെയും അൽ ബാരി എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു ഇസ്മ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്കുണ്ടാവേണ്ടുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് ഖദാ ഖദറിലുള്ള വിശ്വാസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഖലഖ എന്ന വാക്കിന് തഖ്ദീർ ചെയ്തു, കണക്കാക്കി എന്ന ഒരർത്ഥം കൂടിയുണ്ട്. ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ഖദർ പ്രകാരമാണല്ലോ. നമുക്കറിയാം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഖൽഖിനേക്കാൾ മുമ്പേ നടന്നിട്ടുള്ള കാര്യമാണെന്ത്? തഖ്ദീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന എന്തെല്ലാം മുസീബത്തുകളുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കി നമുക്ക് ലഭിക്കുന്ന നന്മകളിൽ അമിതമായി ആഹ്ലാദിക്കാതെയും നമുക്ക് തിന്മകൾ ലഭിക്കുമ്പോൾ അമിതമായി ദുഃഖിക്കാതെയും ഇരിക്കണം. ഖദാ ഖദറിൽ വിശ്വസിക്കണം. അതിലേക്ക് ഈ ഇസ്മ നമ്മളെ നയിക്കേണ്ടതുണ്ട്. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ ഹദീദിലെ 22-23 ആയത്തുകൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസിക്കും ഭൂമിയിലോ നിങ്ങളിലോ ഒരു മുസീബത്തും ബാധിക്കുന്നില്ല ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഒരു കിതാബിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ മിൻ ഖബ്ലി അൻ നബ്റഅഹ നാം അതിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ഇവിടെ ബറഅ എന്നുള്ള ഫിഇലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ബാരി ആണ്. ആ ഇസ്മിൽ നിന്ന് വന്നിട്ടുള്ള ബുർ എന്ന ആ ഒരു സിഫത്താണ് ഇവിടെയുള്ളത്, സൃഷ്ടിക്കുക. മിൻ ഖബ്ലി അൻ നബ്റഅഹ അതിനെ നാം സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ അത് അള്ളാഹുവിൻ്റെ മേൽ വളരെ എളുപ്പമാണ്. എന്തിനാണ് അത് അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? എല്ലാം കിതാബിലുണ്ട്, ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. എന്ത് മുസീബത്ത് ബാധിച്ചാലും അത് ലൗഹുൽ മഹ്ഫൂദിലുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ലികൈലാ തഅസൗ അലാ മാ ഫാതകും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും വലാ തഫ്റഹു ബിമാ ആതാക്കും നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുവാനും. അപ്പോൾ അള്ളാഹുവാണ് സൃഷ്ടാവ്. അവൻ ഖദറിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്. റുഫിഅത്തിൽ അഖ്ലാം പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, അതേപോലെ തന്നെ ഏടുകൾ ഉണങ്ങിയിരിക്കുന്നു. അള്ളാഹു അവൻ്റെ തഖ്ദീറിൽ നിന്ന്, ഖദാഇൽ നിന്ന്, ഖദറിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. ആ ഖദറിനനുസരിച്ചാണ് ഇനി സൃഷ്ടി നടക്കുക. അതുകൊണ്ട് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും അള്ളാഹു ഖദറാക്കിയതാണെന്ന് മനസ്സിലാക്കി നാം അമിതമായി ദുഃഖിക്കാതിരിക്കുകയും അമിതമായി ആഹ്ലാദിക്കാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ആശയം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ ബാരി എന്ന ഇസ്മു പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അൽ ഖാലിഖ്, അൽ ഖല്ലാഖ്, അൽ ബാരി ഈ 3 ഇസ്മുകളും ഏകദേശം സമാനമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിനോട് തന്നെ ചേർന്ന് വരുന്ന മറ്റൊരു ഇസ്മാണ് അൽ മുസവ്വിർ. അൽ മുസവ്വിർ, അൽ മുസവ്വിർ എന്ന ഇസ്മ് സവ്വറ യുസവ്വിറു തസ്വീറ, സവ്വറ യുസവ്വിറു തസ്വീറ ആ ഒരു ഫിഅലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഐ ജഅല ലഹു ശക്ലൻ മഅലൂമ ഏതെങ്കിലും ഒരു വസ്തുവിന് നിർണിതമായ രൂപവും ഘടനയും നൽകുന്നതിനാണ് സവ്വറ എന്ന് പറയുക. അതുകൊണ്ടാണ് ചിത്രത്തിന്, രൂപത്തിന് തസ്വീർ എന്ന് പറയും, ചിത്രത്തിന് തസ്വീർ എന്ന് പറയും. അതേപോലെ തന്നെ സൂറ എന്ന് പറയും, രൂപം, ചിത്രം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു രൂപം നൽകുന്നതിനാണ് സവ്വറ എന്ന് പറയുന്നത്. അപ്പോൾ മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപം നൽകുന്നവൻ, ഘടന നൽകുന്നവൻ. നമുക്കറിയാം വ്യത്യസ്ത ജീവജാലങ്ങൾക്ക്,
വ്യത്യസ്ത ഘടനയാണ്. മനുഷ്യൻ്റെ ഘടനയല്ല മൃഗങ്ങൾക്കുള്ളത്, മത്സ്യത്തിന് വേറെ, പക്ഷികൾക്ക് വേറെ. അവയിൽ തന്നെ ഒട്ടനവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യത്യസ്ത വൈജാത്യങ്ങളുണ്ട്. ഇതിനെല്ലാം രൂപം നൽകുന്നവൻ ആരാണ്? പൂക്കൾ, ചെടികൾ, കായ്കനികൾ, പഴവർഗ്ഗങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അതേപോലെ തന്നെ പർവ്വതങ്ങൾ, നദികൾ, ഈ ഭൂമിയിൽ കാണപ്പെടുന്ന ജീവനുള്ളതും അല്ലാത്തതുമായ മുഴുവൻ വസ്തുക്കൾക്കും ഓരോന്നിനും അതിൻ്റേതായ ഒരു രൂപമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മനോഹരമായ ഭംഗിയുള്ള രൂപവും ഘടനയും ആകാരവും നൽകുന്നവൻ എന്നാണ് അൽ മുസവ്വിർ എന്ന ഇസ്മിൻ്റെ അർത്ഥം. അൽ മുസവ്വിർ എന്ന ഇസ്മിൻ്റെ അർത്ഥം സൂറത്ത് നൽകുന്നവൻ, രൂപം നൽകുന്നവൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സൂറത്തുൽ ഹശറിലെ 24-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാം. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ്, അൽ ബാരി ആണ്, അൽ മുസവ്വിറാണ്. അവൻ സൃഷ്ടിച്ചവർക്ക് രൂപം നൽകുന്നവനുമാണ്. രൂപമില്ലാത്ത ഒന്നുമില്ല. എല്ലാത്തിനും രൂപം നൽകുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ ഈ അൽ ഖാലിഖ്, അൽ ഖല്ലാഖ്, അതേപോലെ തന്നെ അൽ ബാരി, അൽ മുസവ്വിർ, ഈ നാമങ്ങൾ തമ്മിൽ ചില യോജിപ്പുകളുണ്ട്. നമുക്കറിയാം, അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ കാര്യങ്ങളെ ഖദറാക്കലാണ്. ആ ഖദറിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കുന്നവൻ എന്നാണ് അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അൽ ബാരി എന്ന് പറഞ്ഞാൽ ഒന്നിനെ ആ ഖദറിൽ നിശ്ചയിച്ച കാര്യത്തെ കൊണ്ടുവരിക, സൃഷ്ടിക്കുക, അതിനെ വുജൂദിൽ, അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിനെ വെളിപ്പെടുത്തുക. അതാണ് അൽ ബാരി. അങ്ങനെ അതിൽ നിന്ന്, സൃഷ്ടിയിൽ നിന്ന് വിരമിക്കലാണത്. മുസവ്വിർ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച ഏതൊരു വസ്തുവിനും അതിൻ്റേതായ രൂപം നൽകലാണ്. അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു. അവൻ സൃഷ്ടിച്ച എല്ലാറ്റിനും അതിൻ്റേതായ ഒരു രൂപവും ഘടനയും നൽകിയവൻ. അതിനാണ് അൽ മുസവ്വിർ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസവ്വിറാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മിൽ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം മനസ്സിലാക്കലാണ്, അവൻ്റെ ഔന്നിത്യം മനസ്സിലാക്കലാണ്. അതുകൊണ്ട് തന്നെ അവനെ മാത്രം ആരാധിക്കലും അവനോട് മാത്രം പ്രാർത്ഥിക്കലുമാണ്. അതേ സന്ദർഭത്തിൽ തന്നെ ജീവനുള്ള വസ്തുക്കളുടെ, വിലക്കപ്പെട്ട വസ്തുക്കളുടെ രൂപം വരയ്ക്കുവാനോ നിർമ്മിക്കുവാനോ നമുക്ക് പാടില്ലാത്തതാണ്. കാരണം മുസവ്വിർ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അശദ്ദന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത് ആർക്കാണ്? അൽ മുസവ്വിറൂൻ. രൂപമുണ്ടാക്കുകയും ചിത്രം വരയ്ക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ്. രൂപം വരയ്ക്കുന്ന, ചിത്രം വരയ്ക്കുന്ന ആളുകൾക്കാണ്. ചിത്രം വരയ്ക്കുന്നതിൻ്റെ, രൂപമുണ്ടാക്കുന്നതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് ധാരാളം ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ രൂപമുണ്ടാക്കുന്നവരോട്, ചിത്രം വരയ്ക്കുന്നവരോട് അതിന് ജീവൻ നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുമെന്നാണ്. അതിന് ജീവൻ നൽകാൻ അള്ളാഹു ആവശ്യപ്പെടും, പക്ഷെ അവർക്കത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിൻ്റെയും രൂപമുണ്ടാക്കരുത്, പ്രതിമ ഉണ്ടാക്കരുത്, ബിംബങ്ങൾ ഉണ്ടാക്കരുത്, അവയെ ആരാധിക്കരുത്. രൂപവും ചിത്രവുമെല്ലാം ഉണ്ടാക്കപ്പെട്ടത് അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന, മറ്റുള്ളവരെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന് പുറമെ പല മഹാന്മാരെയും ആരാധിക്കുവാൻ വേണ്ടിയാണ് ആദ്യകാലങ്ങളിൽ രൂപവും ചിത്രവുമെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രൂപങ്ങളോട്, ചിത്രങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കണിശമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഏതൊരു സമൂഹത്തെയും ബഹുദൈവാരാധനയിലേക്ക് നയിച്ചിട്ടുള്ളത് ചിത്രങ്ങളും രൂപങ്ങളുമാണ്. അതിലൂടെ ഉണ്ടാകുന്ന പ്രതിമകൾ, വിഗ്രഹങ്ങൾ, ബിംബങ്ങൾ, അവ പിന്നീട് ആരാധിക്കപ്പെട്ടു, അത്തരത്തിലുള്ള രൂപങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ആരാധിക്കപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിലും അല്ലാത്ത ലക്ഷ്യത്തോടു കൂടിയാണെങ്കിലും തസ്വീർ, രൂപമുണ്ടാക്കുക, ചിത്രം വരയ്ക്കുക, ജീവനുള്ള ആത്മാവുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കുക എന്നുള്ളത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശദ്ദിന്നാസി അദാബൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ കഠിനമായ ശിക്ഷ ലഭിക്കുന്നത് അല്ലദീന യുശബ്ബിഹൂന ബിഖൽഖില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിനോട് സാദൃശ്യം വരുത്തുന്ന ആളുകളാണ്. അഥവാ രൂപങ്ങളും ചിത്രങ്ങളും ഉണ്ടാക്കുകയും വരയ്ക്കുകയും ചെയ്യുന്ന ആളുകളാകുന്നു. അപ്പോൾ അല്ലാഹു മുസവ്വിറാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവനുള്ള ആത്മാവുള്ള വസ്തുക്കളുടെ, അതല്ലാത്ത വസ്തുക്കളുടെ, ചെടികൾ, പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, അവയുടെ ചിത്രങ്ങളാവാം. എന്നാൽ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ പാടില്ലാത്തതാണ്. അഥവാ ആത്മാവുള്ള ജീവികളുടെ ചിത്രങ്ങൾ പാടില്ലാത്തതാണ് എന്ന തത്വം നമ്മൾ മനസ്സിലാക്കണം.
അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വ്യവസ്ഥക്ക് മാറ്റം വരുത്തുവാനും പാടില്ലാത്തതാണ്. അള്ളാഹു ഓരോന്നിനും ഒരു ഫിത്രത്തും രൂപവും നൽകിയിട്ടുണ്ട്, അതിൽ മാറ്റം വരുത്താൻ പാടില്ല. സ്ത്രീ പുരുഷനെ പോലെയോ പുരുഷന് സ്ത്രീയെ പോലെയോ ആകാൻ പാടില്ല. അതേപോലെ തന്നെ അള്ളാഹു നിശ്ചയിച്ച ഫിത്രത്തിന് മാറ്റം വരുത്താൻ പാടില്ല. അത് പിശാചിൻ്റെ പണിയാണെന്നാണ് സൂറത്തു നിസായിലെ 119 ആയത്തിൽ കാണുന്നത്. വല ആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. നാം അവരോട് കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥകൾക്ക് അവർ മാറ്റം വരുത്തുന്നതാണ്. സൂറത്തു റൂമിലെ 30 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അള്ളാഹു മനുഷ്യനെ ഏതൊരു ഫിത്രത്തിലാണോ സൃഷ്ടിച്ചത് ആ ഫിത്രത്തിൻ്റെ മതമാണ് ഇസ്ലാം, അതാണ് തൗഹീദ്. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥക്ക് മാറ്റം വരുത്താവതല്ല. അപ്പോൾ അള്ളാഹു ഖാലിഖാണ്, മുസവ്വിറാണ്, ബാരി ആണ്, ഖല്ലാഖാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൃഷ്ടികൾ ആരെയും ആരാധിക്കരുത്, അവരുടെ രൂപമുണ്ടാക്കരുത്, അവരുടെ ചിത്രമുണ്ടാക്കരുത്, സൃഷ്ടിയുടെ അള്ളാഹു നൽകിയ രൂപഭാവങ്ങൾക്ക് വ്യത്യാസം വരുത്തരുത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് വളരെ ശ്രേഷ്ഠമാർന്ന തൗഹീദുർ റുബൂബിയ്യത്തിലേക്കും ഉലൂഹിയ്യത്തിലേക്കും അസ്മാഉ വ സിഫാത്തിലേക്കും എല്ലാം നമ്മെ നയിക്കുന്ന പ്രധാനപ്പെട്ട 4 ഇസ്മുകളാണ് നാം പഠിച്ചത്. അൽ ഖാലിഖു വൽ ഖല്ലാഖു വൽ ബാരിഉ വൽ മുസവ്വിർ. ഈ പേരുകളുടെ ആശയവും അതിലടങ്ങിയ സിഫാത്തുകളും മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയപ്പെട്ടവന് കീഴ്പ്പെട്ടവനെ മാത്രം ആരാധിച്ച് നല്ല മനുഷ്യരായി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.